എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ അജാസ് ബിൻ അബ്ദു ആണ്. അദ്ദേഹം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺസ് ആൻഡ് എക്കണോമിക് കമാൻഡ്മെൻറ്റ്സ് ഇൻ ഖുറാൻ. എപ്പോഴും നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ലോണ്, ഇൻട്രസ്റ്റ്, അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതേ പറ്റിയിട്ട് ഇന്ന് ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് സംസാരിക്കാൻ ഡോക്ടർ അജാസ് ബിൻ അബ്ദുവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്, പേയിങ് ബാക്ക് ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺസ് ആൻഡ് എക്കണോമിക് കമൻമെന്റ്സ് ഇൻ ഖുറാൻ. അപ്പോൾ ഈ ഒരു വിഷയം വന്നത് ഈസ് ഇറ്റ് ഓക്കെ ടു പേ ബാക്ക് ഇൻട്രസ്റ്റ് ബേസ്ഡ് കാർ ആൻഡ് ഹോം ലോൺസ്. ഇപ്പോൾ റീസെന്റ് നമ്മളൊരു ലോൺ പേ ബാക്ക് കോൺട്രവേഴ്സി, നമ്മളെ പ്രമുഖ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെടുകയും ഒരു ജപ്തി നോട്ടീസ് വരികയും ചെയ്തപ്പോൾ കേരളത്തിലെ പ്രമുഖ പാർട്ടി ആ ഒരു ലോണ് 47 ലക്ഷത്തോളം രൂപ ഒരു ലോണിന്റെ പൈസ തിരിച്ചടക്കുകയും അത് മുസ്ലിം സമൂഹം മൊത്തത്തിൽ വളരെ ഒരു നല്ല പ്രവൃത്തിയായിട്ട് കൊണ്ടാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സമൂഹ മാധ്യമത്തിൽ കണ്ടത്. പക്ഷെ അതിന്റെ കൂടെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പലിശയുമായി ബന്ധപ്പെട്ട അതിന്റെ സീരിയസ്നെസ്സോ അതിലെ ഉള്ള ഹലാലാറാം വശങ്ങളേക്കാളും അത് കൂടുതൽ സമൂഹത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള ഒരു വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് തോന്നിയത്. ആക്ച്വലി പലിശ അടക്കാൻ പാടുണ്ടോ എന്നുള്ളത് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ഡിസ്കഷൻ എന്ന് പറയാം. കൃത്യമായ ഹദീസ് ഉണ്ട് സഹീഹ് മുസ്ലിമില്, മെസ്സേജർ ഓഫ് അല്ലാഹ് പീസ് ബി അപ്പോൺ ഹിം cursed the one who have consumed riba, or one who pays it and one who writes it down, and the one even who witness it, they are all the same എന്ന് കൃത്യമായ ഹദീസ് ഉണ്ട്. എന്നാലും നമ്മളെ റിയാലിറ്റിയിൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നോക്കുമ്പോൾ പ്രാക്ടിക്കലി മെജോറിറ്റി ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് പേയിങ് ബാക്ക് ലോൺ വിത്ത് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ, യാഥാർത്ഥ്യം അതാണ് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ഇൻ ഒബ്റ്റൈനിങ് ക്യാപിറ്റൽ. അപ്പൊ ആ ഒരു ചോദ്യം, ആ ഒരു എക്സ്ക്യൂസ് നമ്മൾ ഒരു കേസ് ടു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഉത്തരം പല കേസിലും പല ഉത്തരങ്ങളായിരിക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട റീസൺ ഓൾട്ടർനേറ്റീവ്സ് ഇൻ എമർജൻസി നീഡ്. എമർജൻസി വരുമ്പോൾ വേറെ ബാങ്ക് അല്ലാതെ പലിശ അടങ്ങുന്ന ലോൺ അല്ലാതെ വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് പലരും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് നമുക്ക് കേസ് ടു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു ബ്ലാങ്കറ്റ് ഉത്തരം ഉണ്ടാവില്ല ഈ രണ്ട് ചോദ്യങ്ങളും വരുമ്പോൾ. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓർ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അത് എടുക്കുന്നത് എവരിബഡി ഈസ് ഡൂയിങ് ഇറ്റ്, സോ വി ആർ ഓൾസോ ഡൂയിങ് ഇറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ, അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. നമ്മൾ ഖുറാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഉലൈക അൽഅൻഹാം ബൽഹും അദൽ ഉലൈക ഹുമുൽ ആഫിൽ. നമ്മൾ കാലികളമാവരുത്, മുമ്പേ പോകും പൂക്കളെല്ലാം ഇതേപോലെ നമ്മൾ പിമ്പേ ഇങ്ങനെ പോകാൻ പാടില്ല. അവര് ആഫിലാണ്, ഹീഡ്ലെസ് ആണ്. പുറം പല സ്ഥലത്തും മാഫിലുകളെല്ലാം നരകത്തിലാണെന്നും പറയുന്നുണ്ട്. നമ്മളൊരിക്കലും കാറ്റിലിനെ മാതിരി ചിന്തിക്കാതെ എല്ലാവരും ചെയ്യുന്നതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. നമ്മൾക്ക് പഠിച്ചവൻ അന്ന് ഖുറാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഇഖ്റ വായിക്കാനാണ്, ചിന്തിക്കാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. മൂന്നാമത്തെ നാലാമത്തെ കൂടുതൽ ഒരു ലോജിക്കൽ ആപ്ലിക്കേഷനാണ് പലരും ഉപയോഗിക്കാറ്. മീൻസ് ലോജിക്കൽ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അവർക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ലോജിക്ക് അതിനോട് യെസ് എന്ന് പറയുമ്പോൾ കുറെ പേര് അത് ലോണ് കൊടുക്കുന്നില്ല, നമ്മളെ പലിശ മേടിക്കുന്നില്ലല്ലോ, കൊടുക്കുന്നതിന് പത്ര തെറ്റില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ, വേറെ മാർഗമില്ലാത്ത കാരണം കൊടുക്കുന്നത് അത്ര വലിയൊരു പ്രശ്നമല്ലല്ലോ എന്നുള്ള രീതിയിലും ഒരു ലോജിക്കൽ ബ്രെയിൻ വർക്കൗട്ട് ആയിട്ട് ഇതിൽ കുറച്ചും കൂടി ഒരു ദൃഢബോധ്യത്തോടൊക്കെ ചിലപ്പോൾ കുഴപ്പമില്ല, ദൃഢബുദ്ധി ഞാൻ ചെയ്യണം ശരിയാന്നുള്ള ബോധത്തോടൊക്കെ പലരും ഇതിൽ ഇൻവോൾവ് ആവുന്നതും കാണാറുണ്ട്. കാരണം ഖുറാനിലുള്ള ഡയറക്റ്റ് വേർഡ് ഡോൺ കൺസ്യൂം യൂഷറി ഡബിൾ ആൻഡ് മൾട്ടിപ്പിൾ, ഇരട്ടിക്കരട്ടിയായി വർദ്ധിപ്പിച്ചെന്ന പലിശ നിങ്ങൾ തിന്നരുത്, മേടിക്കരുത് എന്നുള്ള ഒരു ഡയറക്റ്റ് വിമർശനം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനെ പറ്റി കുറെ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് നമ്മൾ പലിശ അടങ്ങുന്ന ലോൺ എടുത്തൂടെ, അത് തിരിച്ചു കൊടുത്തൂടെ എന്നുള്ള ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് തീർച്ചയായും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റിനെ ആണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്.
അത് തെറ്റാണെന്നും അത് ലോജിക്കല് എന്റെ ഉത്തരം നേർ വിപരീതമാണെന്നും മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു യക്കീനോട് കൂടി ദൃഢബോധ്യത്തോടു കൂടി നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ ഈ വിജ്ഞാനം നമ്മളെ സഹായിക്കും. ആക്ച്വലി നമുക്ക് ലോജിക്കൽ കൺഫർമേഷൻ വേണോ ഒരു അള്ളാന്റെ കമാൻഡ്മെന്റിന്? വേണ്ട. നമ്മൾ സെമീന വത്തൈന എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഓൺലി സ്റ്റേറ്റ്മെന്റ് ഓഫ് ബിലീഫ് ആൻഡ് ദെയർ കോൾ ടു അള്ളാഹ് ആൻഡ് ഈസ് മിസ്അണ്ടർസ്റ്റുഡ് ടു ജഡ്ജ് വിത്ത് വിധം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ജഡ്ജ് ചിന്തങ്ങാണ് എന്നൊരു വിഷയം വരുമ്പോൾ നമ്മൾ സെമീന വത്തൈന, വി ഹിയർ വി ഒബേ ആണ്. എന്നാലും നമ്മൾ ഈ വിഷയത്തിൽ നമ്മളൊരു ഡെഫിനിറ്റ് ലോജിക്കൽ ആൻസർ ഉണ്ട് ഈ വിഷയത്തിൽ. അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോ എന്തായാലും ലോജിക്കൽ ആൻസർ എന്താന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു പേ ബാക്ക് ഇൻട്രസ്റ്റ് ബേസ്ഡ് കാർ ഹോം ആൻഡ് ലോൺ ഓൺ. ഡെഫിനറ്റ്ലി നോ ആണ്. വൈ? Because you are harming your fellow human beings. You are definitely harming your fellow human beings. And how? How is the question? So we are going to the mechanism. മെക്കാനിസത്തിനെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവണം. വാട്ട് ഈസ് വെൽത്ത്, വാട്ട് ഈസ് മണി, വാട്ട് ഈസ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്. ഇത് മനസ്സിലായാലേ നമുക്ക് ഇതിനുള്ള ലോജിക്കൽ ഉത്തരം കിട്ടുള്ളൂ. ഈ ടോക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സൂറത്ത് ഷുഅറ 183 ഷുഐബ് നബിയുടെ വർത്തമാനമാണ്. ഷുഐബ് നമുക്കറിയാം സാമ്പത്തിക ഉപദേശങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൊടുത്ത സാമ്പത്തിക കാര്യങ്ങൾ പറയുന്ന ഒരു നബിയായിട്ടാണ് ഖുർആൻ നമ്മൾ ഷുഐബ് നബിനെ പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് ഷുഅറയിലെ 151 നിങ്ങൾ ഔഫുൽ കൈൽ, നിങ്ങൾ അളന്നു മുറിച്ച് ഫുൾ അളവ് കൊടുക്കുക, അളവ് കുറച്ച് കൊടുക്കരുത്, അളവ് കൃത്യമായി കംപ്ലീറ്റ് ആക്കി കൊടുക്കുക എന്ന് പറയുന്നത്. 152 ബിൽ കിസ്താസിൽ മുസ്തഖീം എന്നുള്ളൊരു വാക്ക് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൃത്യമായ തുലാസ് കൊണ്ട് നിങ്ങൾ അളന്ന് കൊടുക്കണം, അളവ് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 153 ആയത്തിൽ ഇത് വരുന്നത്. ഇത് വലാ തബ്ഖസുന്നാസ അശ്യാഹും, അതാണ് ഈ ആയത്ത്. വലാ തബ്ഖസുന്നാസ അശ്യാഹും വലാ തഅസു ഫിൽ അർദി മുഫ്സിദീൻ ആൻഡ് ഡു നോട്ട് ഡിപ്രൈവ് പീപ്പിൾ ഓഫ് ദെയർ ഡ്യൂ ആൻഡ് റോങ് നോട്ട് പാനിക്. ഇതാണ് ഈ ആയത്ത്. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കുറച്ചു കൊടുക്കാതിരിക്കുക. അതാണ് ഈ ആയത്ത്. ഈ ആയത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് അവസാനം നമ്മൾ ഈ ആയത്തിലോട്ട് തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? എന്റെ മുന്നിൽ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ജസ്റ്റ് പോണതിന് മുമ്പ് ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ. ഐ ആം നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ഫൈനാൻസ്, പീഡിയാട്രിഷ്യൻ ബൈ പ്രൊഫഷൻ ആണ്. പക്ഷേ ഇത് നാം പറയുന്നത് വളരെ ബേസിക് എലമെന്ററി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മോഡേൺ മോണിറ്ററി സിസ്റ്റം ആണ്. ബട്ട് ഐ എം ഷുവർ വാസ്റ്റ് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് അൺഅവെയർ, ഹീഡ്ലെസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. ആഫിലൂനാണ് നമ്മൾ ഒരിക്കലും ആഫിലൂനാവാൻ പാടില്ല എന്ന് ഖുർആന്റെ സ്പെസിഫിക് ഡയറക്ഷൻസ് ഉണ്ട്. വി ഷുഡ് ഇക്ര നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. സോ ഒരു വെൽത്ത്, വാട്ട് ഈസ് വെൽത്ത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഒരു ബേസിക് ലാമൻ ലാംഗ്വേജ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ റിസോഴ്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഹാവ് ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ എബിലിറ്റി ടു പ്രൊഡ്യൂസ് വാല്യൂ. അത് റിയൽ സ്റ്റഫാണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ് വെൽത്ത്? നമ്മളൊരു ഹൗസ്, അതൊരു ഇൻട്രിൻസിക്, ഒരു വീട് വെൽത്താണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ലാൻഡ്, ഭൂമി വെൽത്താണ്. ഒരു ഫാക്ടറി വെൽത്താണ്. ഒരു ട്രാക്ടർ വെൽത്താണ്. ഈവൻ ഗോൾഡ് ബാർ വെൽത്താണ്. ഈവൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ സാധനം, ഒരു പാറ്റന്റ് വെൽത്താണ്. ഈവൻ അവർ സ്പെഷ്യലൈസ് മെഡിക്കൽ നോളജ് ആൻഡ് സർജിക്കൽ സ്കിൽസ്. ഞാൻ ഒ പിയിൽ ഇരുന്ന് 1 മണിക്കൂർ ചെലവഴിച്ച് എൻ്റെ സ്കില്ലും നോളജും ഉപയോഗിച്ചിട്ട് 1 മണിക്കൂർ പേഷ്യന്റിന് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അവർക്ക് സർവീസ് കൊടുക്കുമ്പോൾ ഐ ആം ക്രിയേറ്റിംഗ് വെൽത്ത് ഇൻ മൈ ഒ പി. ദാറ്റ്സ് വെൽത്ത്. വെൽത്ത് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി. അത് ഹോം ആണെങ്കിൽ അത് പ്രൊവൈഡ് ഷെൽട്ടർ ചെയ്യും, ലാൻഡ് ആണെങ്കിൽ അത് ഫുഡ് ഗ്രോ ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ് സോൾവ്സ് എ പ്രോബ്ലം. നമ്മൾ ഒ പിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിലെ പേഴ്സന്റെ പ്രോബ്ലം സോൾവ്. ഇറ്റ്സ് ഒക്കെ വെൽത്ത്. അപ്പൊ ഞാൻ എന്റെ ഒ പിയിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ ഇരുന്ന് ഞാൻ വെൽത്ത് ജനറേറ്റ് ചെയ്യാണ്. ഞാൻ 1 മണിക്കൂർ എടുത്ത് വെൽത്ത് ജനറേറ്റ് ചെയ്ത് ഓവർ പീരീഡ് ഓഫ് 1 hour ഞാൻ കൊടുത്ത് വെൽത്ത് ജനറേറ്റ് ചെയ്യണം. സോ ഞാൻ ഈ വെൽത്ത് എന്തിനാ ജനറേറ്റ് ചെയ്യണം? ഐ വാണ്ട് ടു യൂസ് ഇറ്റ് ഫോർ അതർ പർപ്പസ്. എനിക്ക് എന്റെ മക്കളെ പഠിപ്പിക്കാണ്ടാവും, എന്റെ മക്കളെ ഹോസ്പിറ്റൽ പൈസ കൊടുക്കാണ്ടാവും, സ്കൂൾ ഫീസ് കൊടുക്കാണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കൺസൾട്ടേഷൻ വർക്കിന്റെ ഞാൻ ജനറേറ്റ് ചെയ്ത വെൽത്ത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ആ യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ അത് വെൽത്ത് ഉണ്ടാക്കിയ വെൽത്ത് സ്റ്റോർ ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മളെ മണി. അപ്പൊ മണി ഈസ് ആക്ച്വലി സോഷ്യൽ ഇൻവെൻഷൻ ആണ്. ദാറ്റ്സ് എ ടൂൾ യൂസ് ടു മെഷർ ആൻഡ് ട്രാൻസ്ഫർ വെൽത്ത്. നമ്മളെ മണി എന്ന് പറയും. മണി ആൻഡ് വെൽത്ത് ആർ നോട്ട് ഈക്വൽ. മണി നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യാനും മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. സോ പോർട്ടബിൾ, ഡീസൽ, ഫഞ്ചിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിക്കും നമ്മളിപ്പോ സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മണീന്റെ പ്രോപ്പർട്ടിയാണ്. അതിലാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർ കയ്യിലുള്ള മണി ഈസ് നോ ലോങ്ങർ സ്റ്റോർ ഓഫ് വാല്യൂ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ 2019
ഒരു 10 പേഴ്സെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 2000 രൂപ കിട്ടിയാൽ എനിക്ക് എൻ്റെ മോളെ 2 മാസത്തെ ബസ് ഫീസ് അടക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഞാൻ അന്ന് വെൽത്ത് ഉണ്ടാക്കി 2 മാസത്തെ ബസ് ഫീസ് അടക്കാൻ പറ്റിയൊരു മണി ഞാൻ അന്ന് ഒരു ലോക്കറിൽ എൻ്റെ 2000 രൂപ വെച്ചിട്ട് ആ വെൽത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ച് ലോക്കറിൽ. എന്നിട്ട് ഞാനിപ്പോ 2026 ഞാൻ ആ ലോക്കർ തുറന്ന് 2000 രൂപ കൊടുത്തിട്ട് ഞാനിപ്പോ എന്റെ മോളെ സ്കൂളിൽ പോയിട്ട് ആ വെൽത്ത് ഞാൻ ഉണ്ടാക്കിയ വെൽത്തിന്റെ അതാ 2000 മോളുടെ 2 മാസം ബസ് ഫീസ് കൊടുന്ന അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അവർ പറയാ ഇപ്പൊ 2000 ഇല്ല, ഇപ്പൊ 2 മാസം ഒരു മാസം ബസ് ഫീസ് ഉള്ളത് 2000, ഇപ്പൊ ഒരു മാസമാണ്, മറ്റേ 2 മാസം 2000, ഇപ്പൊ ഓരോ മാസം 2000 ആണ്, 2 മാസം 4000 വേണം. അപ്പോ ഞാൻ അന്ന് ഉണ്ടാക്കിയ വെൽത്ത് എനിക്കിപ്പോ അതിന്റെ പകുതി വാല്യൂ കിട്ടുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു മോണിറ്ററി സിസ്റ്റമിന്റെ ഫിയറ്റ് കറൻസിന്റെ നമ്മളെ കയ്യിലുള്ള പൈസ ആക്ച്വലി വെൽത്ത് അല്ല, ഇത് ഇറ്റ് ഈസ് എ ക്ലെയിം ചെക്ക് ഓൺ വെൽത്ത് ഓൺലി, ഇറ്റ് ഈസ് നോട്ട് എ വെൽത്ത് ഇൽസെൽഫ്. അത് നമുക്ക് ഒരു ക്ലെയിം ചെക്ക് മാത്രമാണ്. സോ നമ്മളൊരു വെൽത്തിനെ കുറിച്ച് വെൽത്തും മണിയും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടി മനസ്സിലാവാൻ നമ്മളൊരു ഇമാജിൻ ചെയ്യാം, നമ്മളൊരു നാടക തിയേറ്ററിലാണ്, വി ആർ സീയിങ് എ പ്ലേ. നമ്മൾ ആ നാടകം കാണുമ്പോൾ ആ വെൽത്ത് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ നാടകമാണ് വെൽത്ത്. ആ വെൽത്ത് ഈസ് ദ പെർഫോമൻസ്, അതിന്റെ ആക്ടേഴ്സ്, അതിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ കോസ്റ്റ്യൂംസ്, അതിന്റെ എക്സ്പീരിയൻസ്, അവര് നാടകം കളിക്കുന്ന സമയം, അതെല്ലാതും കൂടിയിട്ടാണ് ഒരു വെൽത്ത്. ഒരു രാജ്യത്തിന്റെ വെൽത്ത് ആയിട്ട് നിങ്ങൾ അത് സങ്കല്പിക്കുകയാണെങ്കിൽ ആ നാടകം കാണിക്കുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന 10 സീറ്റ് ഉണ്ടാവും. ആ 10 സീറ്റുള്ള ആൾക്കാരാണ് ആ ഒരു രാജ്യത്തിന്റെ ആൾക്കാർ സങ്കല്പിക്കുക. ആ 10 സീറ്റുള്ള ആൾക്കാരാണ് ആ വെൽത്ത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് അനുഭവിക്കുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്. ആ നാടകത്തിന്റെ ആകുന്ന വെൽത്ത് എൻജോയ് ചെയ്യുന്ന ആ 10 സീറ്റിലുള്ള ആൾക്കാരാണ്, ആ രാജ്യത്തെ 10 സീറ്റിലുള്ള ആൾക്കാർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാണ്. അപ്പൊ ഈ വെൽത്ത് മുഴുവൻ ഈ നാടകം ഓൺ ചെയ്യുന്നത്, ഈ വെൽത്ത് ഫുള്ള് ഇപ്പോഴത്തെ ബാങ്ക് സിസ്റ്റം ആണല്ലോ. നമുക്ക് ഈ നാടകം ശാല അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയം ഓൺ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ബാങ്കായിട്ട് സങ്കല്പിക്കാം. അപ്പൊ ഒരു 10 സീറ്റാണുള്ളത്, 10 പേർക്ക് സുഖമായിട്ട് 10 ടിക്കറ്റ് ഉണ്ട്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നല്ല എൻജോയബിൾ ആയിട്ട് ആർക്കും പ്രശ്നമില്ലാതെ നമ്മൾ വെൽത്ത് എൻജോയ് ചെയ്യുന്നു. പക്ഷേ നമ്മളെ നാടകശാലന്റെ ഓണർ ഒരു പരിപാടി ചെയ്ത്, അയാള് 10 ടിക്കറ്റിന് പകരം സിമ്പിളായിട്ട് 100 ടിക്കറ്റ് അടിച്ചു. അപ്പൊ 100 ടിക്കറ്റ് അടിച്ചാല് നാടകം കാണാൻ, ആ വെൽത്ത് എൻജോയ് ചെയ്യാൻ നമുക്ക് കയ്യിലുള്ള ഒരു ടിക്കറ്റ് മതിയാവാതെ വരും. നമുക്ക് കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് സീറ്റ് കിട്ടൂല. നമുക്ക് ഈവൻ നേരത്തെ ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സീറ്റ് സുഖമായിരുന്ന വെൽത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പൊ നമുക്കൊരു 100 ടിക്കറ്റ് നാടകശാല അടിച്ചാൽ നമുക്ക് കയ്യിൽ ഒരു 9 ടിക്കറ്റ് കിട്ടിയാലും നമുക്ക് സീറ്റ് കിട്ടൂല. നമുക്ക് മര്യാദ ഇരുന്ന് ആ വെൽത്ത് എൻജോയ് ചെയ്യാൻ പറ്റൂല. വെൽത്തിന് വേണ്ടിയിട്ട്, സീറ്റിന് വേണ്ടിയിട്ട് അടിയും പിടിയാണ്. അപ്പൊ അതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്ന പറഞ്ഞാല് ടിക്കറ്റ് കൂടുതൽ പ്രിന്റ് ചെയ്തുകൊണ്ട് വെൽത്ത് കൂടുന്നില്ല, നാടകത്തിന്റെ ആക്ടേഴ്സ് കൂടുന്നില്ല, നാടകത്തെ സ്ക്രിപ്റ്റ് മാറുന്നില്ല, ടൈം മാറുന്നില്ല, കോസ്റ്റ്യൂം മാറുന്നില്ല, വെൽത്ത് അങ്ങനെ തന്നെ നിൽക്കും. ടിക്കറ്റ് പ്രിന്റ് കൂടിയതുകൊണ്ട് വെൽത്ത് കൂടുന്നില്ല. ടിക്കറ്റ് പ്രിന്റ് കൂടിയത ഓരോ വെൽത്തിന്റെയും നമ്മളെ കയ്യിലുള്ള ടിക്കറ്റിന്റെ വാല്യൂ കുറയാണ് ചെയ്യുക. ഏകദേശം ഈ 2 എക്സാമ്പിളോട് കൂടി നമുക്ക് എന്താണ് വെൽത്ത് എന്നും നമ്മളെ കയ്യിലുള്ള ഈ ടിക്കറ്റ് ആകുന്ന പേപ്പർ കറൻസി എന്താണെന്നും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ പറയുന്നത്, നമ്മൾ എല്ലാ ഡോക്ടേഴ്സ്മാരെയും ചിലപ്പോൾ മനസ്സിലാവും. പണ്ട് 1990s 2000 ഒരുപാട് സാധാരണ GP ഡോക്ടേഴ്സ്മാർ അവരൊക്കെ ലാൻഡ് മേടിച്ചിരുന്ന അവർ GP പൈസ ഉണ്ടെന്ന് പറയാറുണ്ട്. അവർ GP അടിച്ചിട്ട് ഉള്ള ഒരു 100 രൂപ മേടിച്ചിട്ട് അവർ GP അടിച്ച പൈസ കൊണ്ട് അവർ അന്നത്തെ കാലത്ത് ഭൂമി വാങ്ങിക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറും GP അടിച്ച പൈസ കൊണ്ട് മാത്രം ഭൂമി മേടിക്കാൻ പറ്റില്ല. കാരണം വെൽത്ത് ഉണ്ടെങ്കിലും ആ കയ്യിൽ കിട്ടുന്ന കറൻസിന്റെ വാല്യൂ കുറഞ്ഞ കാരണം, നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു കാലത്ത് GP അടിച്ചിട്ട് ഒരു ലാൻഡ് മേടിക്കാനുള്ള പൈസ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അതാ നമ്മളെ കയ്യിലുള്ള കറൻസിന്റെ വാല്യൂ കുറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ വേറെ ഒരു ഇതും കൂടി ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ നാടകശാല തിയേറ്റർ ഒരു 100 ടിക്കറ്റ് അടിച്ചു, പക്ഷെ അതിൽ ചില ടിക്കറ്റുകൾ ഒരു VIP ടിക്കറ്റ് ആയിട്ട് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും ഈ നാടകം. അപ്പൊ ഈ VIP സീറ്റ്, VIP ടിക്കറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഇവരെത്ര അടിച്ചു കൂട്ടിയാലും അവർക്ക് അത് വിഷയമല്ല, അത് അവരെ ബാധിക്കൂല. അവര് സുഖമായിട്ട് ആ നാടകമാകുന്ന വെൽത്ത് എൻജോയ് ചെയ്യും, ഒരു പ്രിഫേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷെ ബാക്കിയുള്ള താഴേക്കടയുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പെടും, അവര് ടിക്കറ്റിന് വേണ്ടി കൂടും. നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി, നമ്മൾ ഇതിലേക്ക് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന മെക്കാനിസം ഓഫ് ടിക്കറ്റ് പ്രിന്റിംഗ്, അതായത് മണി അടിക്കുന്ന, പ്രിന്റ് അടിക്കുന്ന, ഹൗ ബാങ്ക് ക്രിയേറ്റ് മണി ഔട്ട് ഓഫ് തിൻ എയർ എന്നുള്ള ഒരു മെക്കാനിസം എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാക്ചറൽ റിസർവ് ബാങ്കിന്റെ മെക്കാനിസം എങ്ങനെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയാണ്. ഫസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യാം, ഒരു ആൻഷ്യന്റ് എക്കണോമിക് സിസ്റ്റം നമ്മൾ ഇമാജിൻ ചെയ്യാം.
ഒരു ചെറിയ വില്ലേജ്, അതിലൊരു 100 ഗോൾഡ് കോയിൻ, ഒരു 100 ആൾക്കാരുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ആ വില്ലേജിന്റെ വെൽത്ത് ഒരു 100 ഗോൾഡ് കോയിന്, 100 ആൾക്കാരുണ്ട്, എല്ലാവരുടെ അടുത്തും ഓരോ ഗോൾഡ് കോയിൻ ഉണ്ട്. അപ്പൊ എല്ലാം വളരെ സിമ്പിൾ ആണ്. ഒരു ഫാർമർ റൈസ് വെക്കുമ്പോൾ ഒരു കോയിന് വെക്കും, ടൈലർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കോയിന് വെക്കും. അവിടെ മണി റിഫ്ലക്ട്സ് ദ റിയൽ വാല്യൂ, റിഫ്ലക്ട് ദ വെൽത്ത് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെ ആൻഷ്യന്റ്, ഇത് പേപ്പർ ഒന്നും ഇല്ലാത്ത കാലത്തെ വളരെ ആൻഷ്യന്റ് കാലമാണ്. അങ്ങനെ ആൻഷ്യന്റ് കാലത്ത് നമ്മളൊരു ബാങ്കിങ് സിസ്റ്റം അവിടെ വന്നു. അപ്പൊ അവിടെ ഒരു ബാങ്കർ വരികയാണ്. ബാങ്കർ എല്ലാവരെയും കമ്പനിയായി ഭയങ്കര വിശ്വസ്തനാണ്. എന്നിട്ട് എല്ലാവരും വിശ്വസിച്ച് എന്നിട്ട് ബാങ്കിത്തെ വില്ലേജേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഗോൾഡ് ഇങ്ങനെ എടുത്ത് വെക്കണത് സേഫ് അല്ലല്ലോ, റിസ്ക് അല്ലേ, ഡോണ്ട് കീപ് യുവർ ഗോൾഡ് അറ്റ് ഹോം, ഇറ്റ്സ് അൺസേഫ്, ഡെപ്പോസിറ്റ് വിത്ത് മീ. അപ്പൊ എല്ലാവരും ബാങ്കിനെ ട്രസ്റ്റ് ചെയ്തു, എല്ലാവരും അവരുടെ ഗോൾഡ് കോയിന് ബാങ്കറിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഹിയർ ദ ബാങ്കിങ് ട്രിക്ക്. അപ്പോ ബാങ്കിന് ആവശ്യമുള്ളവർ ഇങ്ങനെ വരും, ചോദിക്കും, ഒന്നോ രണ്ടോ കൊടുക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്കിന് മനസ്സിലായി പേപ്പർ റയർലി വിത്ഡ്രോ ഓൾ ദർ മണി അഡ്വാൻസ്. 100% ആൾക്കാരും പൈസ വന്ന് ചോദിക്കാറില്ല, ഒരു 10% ആൾക്കാരെ ഗോൾഡ് കോയിൻ ഇവിടെ വന്ന് മേടിക്കാറുള്ളൂ. 90% ആൾക്കാരുടെയും ഗോൾഡ് കോയിൻ മൂപ്പര കയ്യിൽ തന്നെ എപ്പോഴും ഇരിക്കല്. സോ വാട്ട് ഹി സ്റ്റാർട്ടഡ് ലെൻഡിങ് ദ 10% റിസർവ് മൂപ്പര കയ്യിൽ വെച്ചിട്ട് 90 കോയിന് മൂപ്പര് ബോറോ ലെൻഡ് ചെയ്യാൻ തുടങ്ങി വിത്ത് ഇൻട്രസ്റ്റ്. ബോറോ ചെയ്യാൻ മൂപ്പര പൈസ അല്ല, അത് വേറെ ആളുടെ പൈസ. മൂപ്പര അത് എന്റെ അടുത്ത് ഉണ്ടാവുന്ന പറഞ്ഞ വിശ്വസിച്ച് പേടിപ്പിച്ചിട്ട് ഹി സ്റ്റാർട്ടഡ് ടു ഗിവ് ലോൺ 90 കോയിൻസ് ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഒറിജിനൽ ഡിപ്പോസിറ്റേഴ്സ് വിചാരിക്കുന്ന അവിടെ എന്റെ 100 ഗോൾഡ് കോയിൻ അവിടെ ഉണ്ട് എന്നാ. അപ്പൊ ആ സിസ്റ്റത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കണ്ടേ. അവിടെ ഡെപ്പോസിറ്റേഴ്സ് വിചാരിക്കുന്ന നമ്മളെ 100 കോയിൻ അവിടെ ഉണ്ട്, ബോറോവേഴ്സിന്റെ കയ്യിൽ ഒരു 90 ഉണ്ട്. അപ്പൊ ഇൻ എഫക്ട് അവിടെ ടോട്ടൽ മണി സർക്കുലേറ്റിംഗ് 190 കോയിനായി. പക്ഷെ ആക്ച്വൽ വെൽത്ത്, അവിടെ ആക്ച്വൽ വെൽത്ത് ആകുന്ന വെൽത്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന ആക്ച്വൽ ഗോൾഡ് അവിടെ 100 കോയിനേ ഉള്ളൂ. പക്ഷെ സിസ്റ്റത്തിൽ 190 കോയിന് വരും. മണി കൂടും, പക്ഷെ ഗുഡ്സ് കൂടില്ല, വെൽത്ത് കൂടില്ല. അപ്പൊ ഇൻ എഫക്ട് മുമ്പ് 100 കോയിനാണ് ഓരോ ഗുഡ്സിനും ചേസ് ചെയ്യുന്നത്, ഇപ്പൊ 190 കോയിന് സെയിം ഗുഡ്സിന് ചേസ് ചെയ്യും. നാച്ചുറലി ഓവർ പീരീഡ് ഓഫ് ടൈം പ്രൈസ് കൂടും. ഒരു ഗോൾഡ് കോയിൻ കൊടുത്തു വരുന്ന റൈസിന് ഇപ്പൊ 2 കോയിൻ ആവും, അല്ലെങ്കിൽ എച്ച് വേണമെങ്കിൽ 1.9 കോയിൻ ആവും, ക്ലോത്തിന് 1.9 കോയിൻ ആവും, ഒന്നാവില്ല. അപ്പൊ ഇവിടെയാണ് ഒരു ഹിഡൻ ലോസ്. അപ്പോ വില്ലേജേഴ്സിന്റെ കയ്യിലുള്ള ഗോൾഡ് കോയിൻ നഷ്ടമായില്ല, പക്ഷെ ദേ ലോസ് ദ പർച്ചേസിംഗ് പവർ. മുമ്പ് ഒരു കോയിനുള്ള ഒരു ബാഗ് റൈസ് കിട്ടിയതിന് ഇപ്പോൾ ഒരു കോയിന് ഹാഫ് ബാഗ് റൈസ് ഉള്ളൂ. സോ അതാണ് ഒരു ആൻഷ്യൻ ബാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കിയത്. നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ട്, ആൻഷ്യൻ ബാങ്ക് സിസ്റ്റം നമ്മളെ ജൂയിഷ് ബാങ്കേഴ്സ് ആണ് പണ്ട് ആൻഷ്യൻ ബാങ്ക് സിസ്റ്റം തുടങ്ങിയിരുന്നത്. അപ്പൊ ഇതിൽ ഈ ലോൺ കൊടുക്കാനൊന്നും പാടില്ലല്ലോ. അപ്പൊ ഒരു ജൂതന്മാർക്ക് മാത്രം, അന്നത്തെ മുസ്ലിങ്ങളായ ജൂതന്മാർക്ക് മാത്രം നമ്മൾ ലോൺ കൊടുക്കാൻ പാടില്ല, പക്ഷെ ജൂതന്മാരല്ലാത്തവർക്ക് ലോൺ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇതിന്റെ ഈ സ്റ്റാർട്ടിങ് ബാങ്ക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത്. ഈ ഒരു 10% വെച്ചിട്ട് ബാക്കി ലെൻഡിന് കൊടുക്കുകയും ബോറോ ചെയ്യാൻ കൊടുക്കുകയും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ള സിസ്റ്റം തുടങ്ങിയത് അങ്ങനെയെന്ന് വായിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്ങിലേക്ക് വരികയാണ്, മോഡേൺ ബാങ്കിങ് സിസ്റ്റം. മോഡേൺ ബാങ്കിങ് സിസ്റ്റം, ഹൗ ദ ബാങ്ക് ക്രിയേറ്റ് മണി ഔട്ട് ഓഫ് തിൻ എയർ എന്ന് പറയും. ഇപ്പൊ നമുക്ക് പേപ്പറാണ്, അന്ന് ഗോൾഡേ ഉള്ളൂ, പേപ്പർ ഇല്ല. നമ്മൾ പേപ്പർ വന്ന കാലഘട്ടത്തിലൊക്കെ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കാർപ്പൻറ്റർ സലീം ഒരു കാർപ്പൻറ്റർ ആണ്, നല്ലൊരു സ്റ്റർഡി ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കി. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 100 coins. ഹി ക്രിയേറ്റഡ് വെൽത്ത് ദർ. ഹിസ് വാല്യൂ ഓഫ് സ്കില്ല്, ഹിസ് ലാബർ, ഹിസ് ടൈം ഈസ് ദ വെൽത്ത്. ആ മൂപ്പര് 100 ഗോൾഡ് കോയിന്റെ വെൽത്ത് ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ബാങ്കിന്റെ പേര് SDI എന്നാണ്. SDI എല്ലാവരും SDI കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യും. SDI പറയോ, യു ഗോൾഡ് ഈസ് ഹിയർ വെൻ എവർ യു വാണ്ട്, വി വിൽ കീപ് ഇറ്റ്. ഗോൾഡ് നിങ്ങൾ കീപ്പ് ചെയ്യണത് സേഫ് അല്ലല്ലോ, വി വിൽ കീപ് ഇറ്റ്, ഗോൾഡ് എപ്പോഴും ഇവിടെ ഉണ്ടാവും, നിങ്ങൾ വന്ന ആവശ്യമുള്ളപ്പോൾ മേടിച്ചാൽ മതി. അപ്പോൾ സലീം വെൽത്ത് ഉണ്ടാക്കി 100 ഗോൾഡ് കോയിൻ SDIക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ SDI ഇതേപോലെ ഒരു ക്ലവർ ഒബ്സർവേഷൻ നടത്തി. മോസ്റ്റ് പീപ്പിൾ ലെഫ്റ്റ് ദർ ഗോൾഡ് ഇൻ ദ ബാങ്ക് ആൻഡ് ഓൺലി ടുക്ക് ഔട്ട് എ ലിറ്റിൽ ബിറ്റ് ഈച്ച് ബാക്ക്. ഒരു 10% ആൾക്കാരെ അറ്റ് എനി വൺ ടൈം ഓൺലി 10% വില്ലേജസ് എവർ കം ടു വിഡ്രോ ദർ ഗോൾഡ്. അപ്പൊ SDI വിചാരിച്ചു, വൈ നോട്ട് ലെൻഡ് ദ അതർ 90. അങ്ങനെ SDI അതർ 90 തീരുമാനിച്ചു. അങ്ങനെ ഒരു അഹമ്മദ്, ഒരു ഫാമർ ആണ്, ആൾക്ക് ഫാം ലാൻഡ് മേടിക്കണം. അപ്പൊ അയാള് ബാങ്കിന്റെ അടുത്ത് ഒരു 90 ഗോൾഡ് കോയിൻ ചോദിച്ചു. അപ്പൊ SDI പറഞ്ഞു തരാലോ. പക്ഷെ അപ്പോ മോഡേൺ ബാങ്കിങ് സിസ്റ്റത്തിൽ SDI ഡിഡിങ് ആക്ച്വലി ഗിവൺ 90 ഫിസിക്കൽ ഗോൾഡ് കോയിൻ. അതിന് പകരം ഹി ജസ്റ്റ് ടുക്ക് എ പേപ്പർ ആൻഡ് റോട്ട് ഇൻ ദ ബാങ്ക് ഹോസ് യു 90 ഗോൾഡ് കോയിൻ എന്നും പറഞ്ഞിട്ട് അഹമ്മദിന് കൊടുത്തു. ബാങ്ക് അഹമ്മദി ഗോൾഡ് കോയിൻ കാണിക്കുമ്പോൾ എല്ലാവർക്കും ബാങ്കിന്റെയാണ്, SDI എല്ലാവർക്കും വിശ്വാസത ഇല്ലാതാണ്. എല്ലാവരും ഇതിനെ 90 ഗോൾഡ് കോയിൻ ആയിട്ട് തന്നെ പരിഗണിച്ചു. നമ്മൾ റിസർവ് ബാങ്കുമ്പോൾ കണ്ടില്ലേ, ദ ഗവർണർ ഓൾസ് യു എ സം ഓഫ് 500 rupees, അതേ സാധനമാണ് ഇത്. അപ്പൊ ബാങ്ക് ഓസ് യു പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു. അപ്പോ ഇവിടെ ഇപ്പൊ എന്താണ് ആക്ച്വലി ഉണ്ടായത്? നേരത്തെ പറഞ്ഞ മാതിരി സലീം
വിചാരിച്ചു അവന്റെ 100 ഗോൾഡ് കോയിൻ ബാങ്കിലുണ്ട്, അഹമ്മദിന്റെ കയ്യിൽ ഒരു 100 ഗോൾഡ് കോയിന്റെ പേപ്പർ ഉണ്ട്. അപ്പൊ ഇൻ എഫക്ട് ഐലൻഡിൽ ഇപ്പൊ 190 ഗോൾഡ് കോയിൻ സർക്കുലേഷൻ ഉണ്ട്. പക്ഷെ ആക്ച്വലി ഉണ്ടാക്കിയ വെൽത്ത് സലീം ഉണ്ടാക്കിയത് 100 ഗോൾഡ് കോയിനേ ഉള്ളൂ. ഇവിടെയാണ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്ങിന്റെ മാജിക് ട്രിക്ക് വർക്ക് ചെയ്യുന്നത്. ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിൽ ഇവര് പേപ്പർ ആണല്ലോ കൊടുത്തത്. ഈ അഹമ്മദ് എന്തായാലും 90 ഗോൾഡ് കോയിൻ കിട്ടിയാൽ അവന് സുലൈമാന്റെ അടുത്തുനിന്ന് ഒരു വീട് മേടിച്ചു. എല്ലാവരും അവസാനം പൈസ ഒരേ ബാങ്കിങ്ങിക്ക് കൊടുക്കണം. നമ്മുടെ നാട്ടിലും ബാങ്കിന്റെ പേരൊക്കെ പലതാണെങ്കിലും എല്ലാതും അൾട്ടിമേറ്റ്ലി കണക്ട് ചെയ്ത സിംഗിൾ സിസ്റ്റം. അപ്പൊ സുലൈമാൻ വീട് മേടിച്ചാലും ആ വീട് സുലൈമാന്റെ അടുത്ത് വീട് മേടിച്ചു, സുലൈമാന് 90 ഗോൾഡ് കോയിൻ പ്രൊമിസിംഗ് പേപ്പർ കിട്ടി. സുലൈമാൻ ആ പേപ്പർ നേരെ ചെന്ന് വീണ്ടും SDA ബാങ്കിന് കൊടുക്കും. അപ്പൊ SDA ബാങ്ക് എന്ത് ചെയ്യും? ഓക്കെ, അതിന്റെ ഒരു 10% വെക്കും. 90 ഗോൾഡ് കോയിന്റെ ഒരു 10% റിസർവ് വെച്ചിട്ട് ബാക്കി 81 ഗോൾഡ് കോയിന് വീണ്ടും മൂപ്പര് പേപ്പറിൽ എഴുതും. ഗോൾഡ് കോയിന് ഉണ്ടാക്കാം. പണ്ടത്തെ സിസ്റ്റത്തിൽ ഗോൾഡ് കോയിൻ പ്രിന്റ് ചെയ്യാൻ പറ്റൂല. അത് സ്റ്റാർ ഡസ്റ്റ് ആയിട്ട് പടച്ചനെ ഇറക്കി തന്നതാണ്. ഗോൾഡ് കോയിൻ നമുക്ക് വെറുതെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പേപ്പർ സിസ്റ്റം കാരണം സിമ്പിൾ ആയിട്ട് SDA ഒരു പേപ്പറിൽ 81 ബാങ്ക് ഓസ് യു 81 ഗോൾഡ് കോയിൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് വേറെ ഒരാൾക്ക് ഷറഫുദ്ദീൻ 81 ഗോൾഡ് കോയിൻ വീണ്ടും ലോൺ കൊടുത്ത്. ഷറഫുദ്ദീൻ ഒരു ട്രാക്ടർ മേടിച്ചിട്ട് 81 ഗോൾഡ് കോയിന്റെ കൊടുത്ത ഒരു ട്രാക്ടർ മേടിച്ചിട്ട് റിയാസിന്റെ അടുത്ത് നിന്ന് ട്രാക്ടർ മേടിച്ചു. റിയാസ് വീണ്ടും 81 ഗോൾഡ് കോയിൻ വീണ്ടും SDAന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. SDA വീണ്ടും ഈ 81 ഗോൾഡ് കോയിന്റെ 10% വെച്ചിട്ട് വീണ്ടും 72 ഗോൾഡ് കോയിൻ വീണ്ടും ഫ്രാക്ഷൻ റിസർവ് ബാങ്ക് ഒരു ഫ്രാക്ഷൻ 10% ഫ്രാക്ഷൻ റിസർവ് വെക്കും. ബാക്കി 90% മൂപ്പര് വീണ്ടും ലോൺ ചെയ്യും, വേറെ ആൾക്ക് ചെയ്യും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ വാട്ട് 10% ഫ്രാക്ഷൻ റിസർവ് വെച്ചിട്ട് സലീം ഉണ്ടാക്കിയ 100 ഗോൾഡ് കോയിൻ ആക്ച്വലി ആ സിസ്റ്റത്തിൽ 900 ഗോൾഡ് കോയിൻ പ്രൊമിസിങ് പേപ്പേഴ്സ് ഉണ്ടാക്കും. അതിന്റെ വാല്യൂ അത്രയും കുറയും. അപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ട് സലീം ബോട്ടൊക്കെ ഉണ്ടാക്കി 100 ഗോൾഡ് കോയിന് ലോക്കറിൽ ഉണ്ടെന്ന് വെച്ച് മൂപ്പര് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 5-6 കൊല്ലൊക്കെ കഴിഞ്ഞ് മൂപ്പർക്ക് ഒരു ആവശ്യം വരികയാണ്. ഒരാവശ്യം തോന്നി, ഞാൻ പിന്നെ ഗോൾഡ് കോയിൻ പോയി എടുക്കാം. മൂപ്പര് SDA ബാങ്കിൽ പോയി ചോദിക്കും, എനിക്ക് ഗോൾഡ് വേണം. അലാസ് അപ്പോ ബാങ്ക് പറയും ഗോൾഡ് ഈസ് നോ ലോങ്ങർ ലീഗൽ ടെൻഡർ. ഗോൾഡ് തരാൻ പറ്റില്ല. ഗോൾഡ് ഇപ്പൊ നമ്മളെ നിയമം നോക്കിയാൽ നമ്മുടെ നിയമത്തിൽ ഗോൾഡ് ഈസ് നോട്ട് ലോങ്ങർ ലീഗൽ ടെൻഡർ. ഗോൾഡ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല, നമ്മൾ ജയിലിലാവും. നമുക്ക് അതിന് വരെ നമ്മളെ പേപ്പർ തരാം. യു ക്യാൻ ഹാവ് എ ഗോൾഡ് കോയിൻ, ബാങ്ക് ഓസ് യു 100 ഗോൾഡ് കോയിൻ പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും. അപ്പൊ ഓക്കെ, സലീം ഓക്കെയാണ്. എന്നാൽ ശരി, ഇതെല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ പറഞ്ഞ് സലീം ഈ 100 ഗോൾഡ് കോയിൻ IOU 100 ഗോൾഡ് കോയിന്റെ പേപ്പർ ആയിട്ട് മൂപ്പര് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് സലീം ബോട്ട് ഉണ്ടാക്കിയ സമയത്ത് ഒരു വീടുണ്ടായിരുന്നു. അത് ഒരു 100 ഗോൾഡ് കോയിനെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട് മേടിക്കാൻ വെച്ചിട്ട് പോകും. പക്ഷെ നോക്കുമ്പോൾ ആ സമയമാകുമ്പോഴത്തേന് വീടിന്റെ വില 900 ഗോൾഡ് കോയിനായി ഉണ്ടാവും. വീട്ടിന്റെ ദിവസം പറയും എനിക്ക് 100 ഗോൾഡ് കോയിന്റെ പേപ്പർ പോരാ, 900 ഗോൾഡ് കോയിന് കിട്ടിയാലേ മുതലാവുള്ളൂ, അപ്പോഴേ വിൽക്കുള്ളൂ. സലീം ഗോട്ട് കൺഫ്യൂസ്. മൂപ്പര് ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി വെൽത്ത് ഉണ്ടാക്കി അവസാനം മൂപ്പര് സാധനം മേടിക്കാൻ പറ്റുമ്പോൾ ഹി കനോട്ട് അഫോർഡ്. ദിസ് ഈസ് വാട്ട് ഈസ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്. ഇങ്ങനെയാണ് ബാങ്ക് ഔട്ട് ഓഫ് തിൻ എയർ മണി ക്രിയേറ്റ് ചെയ്യുന്നത്. ബാങ്ക് പല രീതിയിലും മണി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള മണി ക്രിയേഷൻ നമ്മൾ ബന്ധപ്പെടുന്ന ബാങ്കുകൾ മണി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇവിടെ വെൽത്ത് സെല്ലിംഗ് ക്രിയേറ്റഡ് ബൈ 100 ഗോൾഡ് കോയിൻ ഉണ്ട്. ഫ്രാക്ഷണൽ ബാങ്ക് വഴി 900 ഗോൾഡ് കോയിൻ ആയി. ഇവിടെ പറഞ്ഞ ഒരുപാട് ടിക്കറ്റ് പ്രിന്റ് ചെയ്തു. അപ്പോ ആരാ ഗെയിൻ ചെയ്ത് SDA ബാങ്ക് ഗെയിൻ ചെയ്തു. ബാങ്കിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടായില്ല. ബാങ്ക് സലീം ഉണ്ടാക്കിയ പൈസ ലോൺ ചെയ്ത് ഔട്ട് ഓഫ് തിൻ എയർ കുറെ ലോൺ കൊടുത്ത് 10 പ്രാവശ്യം ലോൺ കൊടുത്ത് എല്ലാ ലോണും വന്ന് മൂപ്പര് ഇൻട്രസ്റ്റ് മേടിച്ചിട്ട് ബാങ്ക് ഓർ റിച്ചർ ആൻഡ് റിച്ചർ. ഹു ലോസ്റ്റ്? സലീം റോസ്റ്റ്. അവിടെ ആദ്യമായി പൈസ ഉണ്ടാക്കി ആ പൈസ കറൻസി ആയിട്ട് മോണിറ്ററി കറൻസി ആയിട്ട് സേവ് ചെയ്ത സലീമാനാണ്. പേപ്പർ കറൻസിയിൽ സേവ് ചെയ്ത കാരണം സലീം ലോസ്റ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ടോപ്പിക്കുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടെ വേറെ ഒരാൾ കൂടി ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതാരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമയമില്ല, പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ. ഇവിടെ വേറെ ഒരാളും കൂടി ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആരാന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? VIP സീറ്റ്. VIP സീറ്റ് കിട്ടിയത് ഫസ്റ്റ് ലോൺ എടുത്ത ആള്, സലീമിന്റെ പൈസ കൊണ്ട് ഫസ്റ്റ് ലോൺ എടുത്ത ആള് അഹമ്മദിന് ഇവിടെ ഗെയിൻ ആണ്. അഹമ്മദിന് എന്താ പക്ഷെ ഫസ്റ്റ് മണി സർക്കുലേറ്റ് ചെയ്യുന്ന മുമ്പ് ഫ്രഷ്ലി പ്രിന്റഡ് മണിയാണ് അഹമ്മദിന് കിട്ടിയിട്ടുള്ളത്. അഹമ്മദിന് ആ പൈസ കിട്ടുമ്പോൾ അപ്പോഴും അഹമ്മദിന്റെ പൈസക്ക് വില ഉണ്ട്, വില കുറഞ്ഞിട്ടില്ല. ആൻഡ് ഹി ക്യാൻ റിലേറ്റീവ്ലി ബൈ ചീപ്പ് ബ്രെഡ് ആൻഡ് മെറ്റീരിയൽസ് വിത്ത് ദ മണി അഹമ്മദ് ഗോട്ട്. ബൈ ദ ടൈം അഹമ്മദ് ഒരു വീട് മേടിച്ച് അത് താഴേക്കുള്ള സർക്കുലേഷനിൽ കറങ്ങി താഴേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ വില കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഫസ്റ്റ് നമ്മൾ ലോൺ എടുത്ത് നമ്മളെ കയ്യിൽ കിട്ടുന്ന മണി ഫ്രഷ് മണിയാണ്, ഫ്രഷ്ലി ക്രിയേറ്റഡ് മണിയാണ്. അതിന്റെ വില കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് ലോൺ എടുക്കുന്ന ആൾക്ക് എപ്പോഴും ഈ VIP സീറ്റിൽ ഇരിക്കുന്നതാണ്. ആൾക്ക് താഴേക്കുള്ള ആൾക്കാരെ പ്രശ്നങ്ങൾ അറിയാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ അൺജസ്റ്റ് സിസ്റ്റമിന്റെ ഒരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് ലോൺ എടുക്കുന്ന ആൾക്ക്
അനുഭവിക്കാൻ പറ്റും. അപ്പോ when we take home point is, when we take a loan from a banking system and pay back in interest, we are taking an advantage of this corrupt system. System is corrupt and we are taking advantage of the system. നമ്മൾ ലോൺ എടുത്താലും നമ്മളെ താഴേക്കിടയിലുള്ള ആൾക്കാരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ പൈസ നമ്മൾ കവർന്നെടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So coming back to Ayah 183, it's a commandment of Allah, وَلَا تَبْخَسُوا النَّاسَ أَشْيَاءَهُمْ, do not deprive people of their goods. ജനങ്ങളുടെ അവരുടെ അവകാശങ്ങൾ കുറച്ച് കൊടുക്കരുത്, ആ സിസ്റ്റത്തിൽ നമ്മൾ പങ്കാളിയാവരുത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒരാൾക്കും ഒരു പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഒരു ലോൺ എടുക്കാൻ ഉള്ള മനസ്സ് അനുവദിക്കുമെന്ന് തോന്നില്ല. വി ആർ എൻഗേജിങ് ആൻഡ് പ്രൊമോട്ടിങ് ദിസ് കറപ്റ്റ് സിസ്റ്റം. സോ ഇത് നമ്മളൊക്കെ ചെറിയ മീനുകളാണ് ലോൺ എടുക്കുന്നവരൊക്കെ. ആക്ച്വലി ഇത് എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ വികസനം എന്നൊക്കെ പറഞ്ഞപ്പോ ഇലക്ഷൻ കാലല്ലേ, വികസിക്കുക, എല്ലാം വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കി വികസിക്കുക, നാഷണൽ ഹൈവേ ഉണ്ടാക്കി വികസിക്കുക. ഇതിന്റെ വലിയ കളി നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ വിഴിഞ്ഞം പോർട്ട് അദാനി ഉണ്ടാക്കണം, അദാനിന്റെ വീട്ടിലത്തെ പൈസ കൊടുത്തിട്ടല്ല വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം, NH ന്റെ വികസനം. ബാങ്ക് ലോണാണ്. ഈ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാങ്ക് ഔട്ട് ഓഫ് തിൻ എയർ കോടികൾ ഉണ്ടാക്കുകയാണ്. ആ കോടികൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് അനുഭവിക്കുന്നത് അദാനിയും അദാനിന്റെ പ്രൈമറി കോൺട്രാക്ടേഴ്സും ആണ്. അവർക്ക് ആ പൈസന്റെ വാല്യൂ കിട്ടും, അവരതുകൊണ്ട് കോൺട്രാക്ട് ഉണ്ടാക്കും, വീടുണ്ടാക്കും, കാറ് മേടിക്കും, വലിയ സാധനം എടുക്കും. പക്ഷെ ബൈ ദ ടൈം പ്രൊജക്ട് കഴിഞ്ഞ് അത് മണി സർക്കുലേറ്റ് ചെയ്ത് താഴേക്ക് എത്തുമ്പോഴത്തേന് താഴേക്കുള്ള ആൾക്ക് ആ പൈസ വില ഉണ്ടാവില്ല. അയാൾക്ക് ഡെയിലി ലിവിങ്ങിനുള്ള ഫുഡും മീനും മേടിക്കാൻ ആ പൈസ തികയാതെ വരുന്ന സിസ്റ്റമാണ്. അപ്പൊ നമ്മൾ ഈ ഇലക്ഷൻ കാലഘട്ടത്തിലും വികസനം കൊണ്ടുവരും, അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും നമ്മൾ ആ വികസനം ശരിക്കും നമുക്ക് വേണ്ടതാണോ, അത് ആരുടെ വികസനമാണ്, ആർക്കാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ നമ്മളെ ജനങ്ങൾ ചിന്തിച്ചാൽ കുറെയൊക്കെ നമ്മളെ ഇലക്ഷന്റെ തന്നെ മാനിഫെസ്റ്റോ ചിലപ്പോൾ മാറിപ്പോവും. സോ സൂറത്ത് നിസ ആയ 40, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅൻ ലില്ലാഹി വലൗ അലാ അൻഫുസികും, ഓ യു ബിലീവ്, സ്റ്റാൻഡ് ഫേംലി ഫോർ ജസ്റ്റിസ് ആസ് വിറ്റ്നസ് ടു അല്ലാഹ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് യുവർ ലൈഫ്. നമ്മൾ ലോണ് ഈ സിസ്റ്റത്തിൽ എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ലോണ് എടുക്കാതെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പല സന്ദർഭങ്ങളും വരും. അത് നമുക്ക് സ്വന്തം ബുദ്ധിമുട്ടായാലും നിങ്ങൾക്കെതിരെയുള്ള പരിപാടിയാണെങ്കിലും സ്റ്റാൻഡ് ഫേംലി ഫോർ ജസ്റ്റിസ് എന്ന് തന്നെയാണ് പടച്ചോൻ പറയുക. അല്ലാതെ അവന് കുഞ്ഞു കവാമിനെ മിസ്കിസ്. അപ്പൊ ലോജിക്കലി ഓൾസോ there is no way one can freely take a loan and pay back in interest. It definitely harms your fellow human beings. So what's the alternative? അതും കൂടി 5 minutes കൂടി ഉണ്ട്. ഇൻ ഇന്ത്യൻ സിസ്റ്റം നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ they do not have the power of fractional reserve bank. They cannot create money out of thin air. അങ്ങനത്തെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ലോൺ എടുക്കാം. നമ്മൾ പറഞ്ഞ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ മുമ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. റഹ്ബാർ, അസെറ്റിഫൈ, ചെയർമാൻ തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. അത് ഇന്ത്യൻ ലീഗൽ ഫ്രെയിംവർക്കിൽ പറ്റാവുന്ന രീതിയിൽ അവര് ഇസ്ലാമിക് ഫൈനാൻസിൽ നടത്തുന്നുണ്ട്. അവരുടെ നിന്ന് പേ വയ്ക്കുമ്പോൾ അവർ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ട് ആ ക്യാപിറ്റലാണ് അവര് കൊടുക്കുന്നത്. അവര് മണി ഔട്ട് ഓഫ് തിൻ എയർ ഉണ്ടാക്കുന്നില്ല. ആ ക്യാപിറ്റൽ അവര് ബിസിനസ് ആയിട്ട് ലോൺ ആയിട്ട് ഇന്ത്യൻ നിയമപ്രകാരം ശരിയത്ത് പറ്റാവുന്ന രീതിയിൽ അവര് കൊടുക്കുന്നു. അങ്ങനത്തെ ആൾക്കാരായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതായിട്ട് നമ്മൾ കൂട്ടുകൂടണം. അത് കൺവെൻഷണൽ ബാങ്കിങ് ലോണിനേക്കാളും കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മളെ ആസ് എ കമ്മ്യൂണിറ്റി വി ഷുഡ് പ്രൊമോട്ട് ദം. അവര് കുറെ ആൾക്കാർ അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് ബാങ്കിങ് സിസ്റ്റത്തിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എൻഗേജ് ചെയ്യാം. ഇറ്റ് ഈസ് ഡസ് നോട്ട് ഹാം ദ ഫെല്ലോ ഹ്യൂമൻ ബീങ്സ്. സോ ജസാക്കല്ലാഹ് ഖൈർ. നമുക്കൊരു 5 minutes കൂടി ഉണ്ട്. നോട്ട് ആൻ എക്സ്പെർട്ട് സ്റ്റിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഈ നോൺ ബാങ്കിങ് എന്ന് പറയുമ്പോൾ അത് ഈ ലീസ് ടൈപ്പ് അതാണോ ഉദ്ദേശിക്കുന്നത്? നോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അവര് ബാങ്ക് സിസ്റ്റത്തിനായിട്ട് കണക്റ്റഡ് അല്ല. അവർക്ക് മണി ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടല്ല അവര് ലോൺ തരുന്നത്. അവര് ഒരു ക്യാപിറ്റൽ പൂൾ ചെയ്യും. അവര് വലിയ വെൽത്ത് ഇൻഡിവിജ്വൽസിന് ഒരു 10 കോടി പൂൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇസ്ലാമിക് സിസ്റ്റത്തിലെ മുറാബ സിസ്റ്റം, അങ്ങനത്തെ 2-3 സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം പ്രകാരം അവര് ലോൺ കൊടുക്കും.
അത് ഇതേപോലെ ഒരു സാധനം മേടിച്ചിട്ട് നമുക്ക് 3 കൊല്ലം കൊണ്ട് വിൽക്കാം, പൈസ കൂട്ടി വിൽക്കാം, അതൊക്കെ ഇസ്ലാമിൽ ഹലാലാണ്. ആ രീതിയിൽ ചെയ്യും. പിന്നെ ഇന്ത്യൻ ലീഗൽ ഘടനയിലാണ് അവർ ചെയ്യുക. നമ്മൾക്ക് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് പേപ്പർ വർക്ക് നടത്താൻ പറ്റില്ല. പേപ്പർ വർക്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇൻ സ്പിരിറ്റ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഇസ്ലാമിക് ശരിയ. ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ നടക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അസറ്റിഫൈ റഹ്ബാർ ചെയർമാൻ അറിയുന്നുണ്ടാവും. നമുക്കിനി എത്ര മിനിറ്റ് ഉണ്ട് നിസാംക? ഒരു 4 മിനിറ്റോടെ കിട്ടും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? 4-5 മിനിറ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ടോപ്പിക്കുമായി. ഇതില് ചിലര് പറയാറുണ്ട് ഇപ്പൊ നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റിന് അത്രയും പോലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിനെ ന്യായീകരിക്കുന്ന ചിലരുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതേപറ്റി നമ്മള് എന്റെ നോളജ് ഈ നമ്മളെ ഇരിക്കുന്ന നമ്മൾ നിലനിന്ന് പോകുന്ന ഈ ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെ കറപ്റ്റ് ആണല്ലോ. അതായത് നമ്മളെ എനിക്കിന്ന് 100 രൂപക്ക് അല്ലെങ്കിൽ 1000 രൂപക്ക് ഒരു ഒട്ടകം മേടിക്കാൻ പറ്റുമെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപക്ക് ഒരു ഒട്ടകത്തിന് കിട്ടൂല, ഒരു കോഴീനെ കിട്ടുള്ളൂ. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് 1000 രൂപക്ക് ചിലപ്പോൾ 2 മുട്ടയെ മേടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സിസ്റ്റം തന്നെ കറപ്റ്റ് ആണ്. അതെപ്പോഴും പറയും, നമ്മൾ ഇസ്ലാമിക് സിസ്റ്റം എപ്പോഴും ഗോൾഡ് ബാക്ക്ഡ് കുറെ വലിയ ഗോൾഡ് ബാക്ക്ഡ് സിസ്റ്റം ആണ്. നമ്മളെ പൈസക്ക് ഒരു വാല്യൂ ഉണ്ടാവണം, ഇൻഹെറന്റ് വാല്യൂ ഉണ്ടാവണം, സ്റ്റോർ ഓഫ് വാല്യൂ ആവണം. സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ലാത്ത മോണിറ്ററി സിസ്റ്റം എല്ലാം ഹറാമല്ല എന്നുള്ള ഹലാലല്ല എന്നുള്ള വാദമുണ്ട്. അപ്പൊ നമ്മളൊരു ഓൾറെഡി ഹറാം സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഹറാം സിസ്റ്റത്തിനെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ ഇൻട്രസ്റ്റ്. ആ ഇൻഫ്ലേഷൻ വാല്യൂ നമ്മൾ മറികടക്കാൻ വേണ്ടി ബാങ്ക് നമുക്ക് തരുന്നതാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻഫ്ലേഷൻ തന്നെ ശരിയല്ല. അപ്പൊ ഇൻഫ്ലേഷൻ ശരിയല്ലാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ശരിയാവും എന്നുള്ള വാദമാണ് അവിടെ പറയുന്നത്. ഇൻഫ്ലേഷൻ ശരിയല്ല, ഇൻട്രസ്റ്റും ശരിയല്ല, മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമാണത്. അസ്സലാമു അലൈക്കും. ഈ ഗോൾഡ് ഒരു ലീഗൽ ടെൻഡർ അല്ല എന്നുള്ളത് പിന്നെ ഓവർകം ചെയ്യാൻ പാടില്ല ഒരു ജ്വല്ലർക്ക്? അത് ദിസ് ഇസ് എ മാസീവ് എന്ന് പറഞ്ഞാൽ എവറി കൺട്രി ഈസ് ലിങ്ക്ഡ് ടു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇത് ഡോളറാണ് നമ്മളെ ബേസിക് എന്നറിയാം. ഡോളറാണ് റിസർവ് കറൻസി ഓഫ് ദ വേൾഡ്. ഡോളറിന്റെ അപ്രമാദിത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് IMFന്റെ റെഗുലേഷൻസിൽ ഐ തിങ്ക് IMFന്റെ നിയമാവലി ഉണ്ട്. IMFൽ എല്ലാ കൺട്രീസും അംഗമാവണല്ലോ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അമേരിക്കന്റെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലെ എല്ലാ കമ്പനികളും അംഗമാണ്. എന്നാലേ നമുക്ക് IMF ലോൺ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിനെ വികസിപ്പിക്കാൻ, നേരത്തെ പറഞ്ഞ വികസനമാണ്, വികസിപ്പിക്കാൻ വേണ്ടി IMFന്റെ ലോൺ അപ്പോഴേ തരുള്ളൂ, ഗ്രാന്റ് അപ്പോഴേ തരുള്ളൂ, ഏഷ്യൻ ഡെവലപ്മെന്റ് അപ്പോഴേ തരുള്ളൂ. IMFന്റെ നിയമാവലിയിൽ അവർ എഴുതിയിട്ടുള്ള സെക്കൻഡ് A2 അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ് cannot be used as a legal tender എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബിക്കോസ് they know the system. ഗോൾഡ് ഒരു ലീഗൽ ടെൻഡർ ആയാൽ, സിൽവർ ഒരു ലീഗൽ ടെൻഡർ ആയാൽ അവർ ഈ സിസ്റ്റം വർക്ക് ചെയ്യൂല. ഈ സിസ്റ്റം പൊളിയും. അത് അവര് മനഃപൂർവ്വം അതുകൊണ്ടാണ് ഗോൾഡ് ലീഗൽ ടെൻഡർ ആക്കാൻ പറ്റൂല എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് ലീഗൽ ടെൻഡർ ആക്കാൻ വേണ്ടി മഹാത്തിർ മുഹമ്മദ് ആണ് മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇതിനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഈ സിസ്റ്റം മനസ്സിലായി. അത് ഈ സിസ്റ്റത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ആ നാട്ടില് സോഷ്യൽ റവല്യൂഷൻ പുറപ്പെടും. ഈവൻ ഗദ്ദാഫി ആ രീതിയിലാണ്, അതുകൊണ്ടാണ് കൊല്ലപ്പെടുന്നത് പറയുന്നു. മഹാത്തിർ മുഹമ്മദ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി, കൃത്യമായ കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെതിരെ ആക്ട് ചെയ്ത് ഒരു ഗവൺമെന്റ് ലെവലിൽ ആക്ഷൻ കൊണ്ടുവന്ന ആളാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ശ്രമിച്ചപ്പോൾ അവിടെ സോഷ്യൽ റവല്യൂഷൻ പറഞ്ഞ മൂപ്പര് അവിടെ അധികാരത്തിൽ നിന്ന് പുറത്തായി. മൂപ്പർക്കെതിരെ കുറെ ആരോപണങ്ങളും അത് മനസ്സിലാക്കിയ കുറച്ച് ആൾക്കാരുള്ളൂ. ഇമ്രാൻഖാൻ അണ്ടർസ്റ്റുഡ് ദ സിസ്റ്റം. ഇമ്രാൻഖാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. വീണ്ടും ഇമ്രാൻഖാനും അപ്പൊ ജയിലിലായി. ഇതിനെതിരെ ആരിറങ്ങിയാലും അവരുടെ ബേസിസ് ആണത്. ഗോൾഡ് ലീഗൽ ടെൻഡർ ഒക്കെ അവർ സമ്മതിക്കൂല. അപ്പൊ ഒരു പാർട്ടി അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണെന്നാണ് എന്റെ ഒരു അതെ, മലേഷ്യയാണ് അതിന്റെ ഒരു സെന്റർ. മലേഷ്യയിൽ കുറെ
ആളുകൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാല് ഗവൺമെന്റുകൾക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഒരു ജ്വല്ലർ, ബേസിക്കലി ഒരു ജ്വല്ലർ, അയാൾക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാലോ സ്വർണം. അപ്പൊ ആളുകൾക്ക് പരസ്പരം പിന്നെ കൊടുക്കാനുള്ളത് coin. ഞാൻ പണ്ടേ പണ്ട് ഒരു 10-30 കൊല്ലം മുമ്പേ സാലറി വാങ്ങിച്ച കാലത്ത് വിചാരിച്ചിരുന്നാണ് കിട്ടുന്ന സാലറി അപ്പൊ സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇത് കുഴപ്പത്തിലാവുന്നു. അതെ. ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയും ആ സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതില്ലേ സത്യത്തില്? ഇപ്പൊ ഈ ലീഗലി ബാൻഡ് ആണ് അത്, പക്ഷേ അത് ആഭ- വന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ലീഗലി ബാൻഡ് ആണ് എല്ലാ നാട്ടിലും. ആഭരണം സിസ്റ്റം വേണം. ഉണ്ടാക്കി സ്വർണ്ണ കോയിൻസ് ഉണ്ടാക്കുന്നു. ആ കോയിൻസ് പിന്നെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് രണ്ട് പരസ്പരം ഇപ്പൊ നിൽക്കൂട്ടാ, കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മളെ ടോക്കപ്പണിൽ നിൽക്കാൻ കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. നിതിൻ സാഹിബ് പറഞ്ഞോളൂ. അല്ല, അപ്പൊ ആ കോയിൻസ്